Hello everyone, welcome back to my channel Commerce Browser in Malayalam. ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യുന്ന എല്ലാ ബികോം സ്റ്റുഡൻസിനും വളരെ നല്ല രീതിയിൽ വീട്ടിലിരുന്ന് തന്നെ പഠിച്ച് നല്ല മാർക്ക് നേടാം. അപ്പോൾ അതിനായാണ് കൊമേഴ്സ് ബ്രൗസർ ഇൻ മലയാളം എന്ന ചാനലിലൂടെ നിങ്ങൾക്ക് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പല സബ്ജക്റ്റുകളുടെയും ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം കമൻറ്റ് ബോക്സിൽ തന്നെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, കുറച്ച് ഡീപ്പായിട്ടുള്ള സബ്ജക്ട്സ് ആണിത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായി കാണുക. +1 +2 വിദ്യാർത്ഥികൾക്ക് കൂടിയുള്ള കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഇനി വരുന്ന വീഡിയോകളിൽ ലഭ്യമാവും. ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം, അതായത് ബാങ്കിങ് ആൻഡ് പ്രിൻസിപ്പൾസ് ആൻഡ് ഓപ്പറേഷൻ എന്ന സബ്ജക്റ്റിലെ ആദ്യത്തെ ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം. ഇപ്പം ആദ്യമായി നമ്മൾ ഇന്ത്യൻ ബാങ്കിങ് സ്ട്രക്ചർ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഇതാണ് സ്ട്രക്ചറായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് RBI ആണ് നമ്മളുടെ ടോപ്പ് അതോറിറ്റി. അതിന് താഴെ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആൻഡ് അൺഷെഡ്യൂൾഡ് ബാങ്ക്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിന് പിന്നെയും ഷെഡ്യൂൾഡ് ബാങ്ക്സിൻ്റെ അണ്ടറിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പം നമുക്ക് ഈ ഒരു സെക്ഷൻ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോവാം, പിന്നീട് ഇങ്ങോട്ടേക്ക് വരാം. അപ്പം RBI ആണ് നമ്മളുടെ സുപ്രീം അതോറിറ്റി, അല്ലെങ്കിൽ ടോപ്പ് അതോറിറ്റി, അല്ലെങ്കിൽ അപ്പെക്സ് ലെവൽ ബാങ്ക് എന്ന പേരിൽ നമ്മളുടെ RBI അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സിംപ്ലി മീൻ ചെയ്യുക, RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇറ്റ് ഈസ് ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മളുടെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? RBI ആണ്. ഇറ്റ് കം ഇൻ ടു എക്സിസ്റ്റ് ഓൺ 1 April 1935. അതായത് 1935 ഏപ്രിൽ 1 RBI നിലവിൽ വന്നത്. ആസ് പെർ ദ ആക്ട് 1934 ആക്ട് പ്രകാരമാണ് നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ RBIനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം കൺഫ്യൂഷൻ വരാൻ പാടില്ല. 1934 ആക്ട് പ്രകാരമാണ് വന്നത്. നിലവിൽ വന്നത് 1 April 1935. ഓക്കെ, അപ്പോൾ ബാങ്കേഴ്സ് ബാങ്ക് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അതായത് നമ്മളുടെ എല്ലാ ബാങ്കിൻ്റെയും സുപ്രീം അതോറിറ്റി ആയിരിക്കാണ് RBIക്കാണ്. RBI ആണ് നമ്മളുടെ ബാങ്കേഴ്സ് ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ RBIൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ബാങ്കിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആദ്യം എഴുതേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് വരച്ച് വെക്കുക. അതിനുശേഷം RBIനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എഴുതാം. അപ്പം അടുത്തത് പറയുന്നുള്ളത്, അപ്പോൾ അത്ര എഴുതിയാൽ മതി. ചാർട്ട് വരച്ചതിന് ശേഷം RBI എന്താണെന്നുള്ളത് അത്ര എഴുതി വെച്ചാൽ മതി. അതിന് ശേഷമാണ് വരുന്നത് നമ്മളുടെ ഷെഡ്യൂൾഡ് ബാങ്ക്സ്. ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നത് നമ്മളുടെ RBI ആക്ട് 1934 പ്രകാരം സെക്കൻഡ് ഷെഡ്യൂളിലാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. അതായത് ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഫോം ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ദ RBI ആക്ട് 1934. ഇപ്പം ഷെഡ്യൂൾഡ് ബാങ്ക്സിൻ്റെ അണ്ടറിൽ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നുള്ള സെക്ഷൻ പിന്നീട് ക്ലാസ് എടുക്കുന്നതായിരിക്കും. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് ഇപ്പോൾ പറയുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സും അതിൻ്റെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റ് സീക്കിംഗ് ബിസിനസ് ഫേമാണ്. പ്രോഫിറ്റ് സീക്കിംഗ് ബിസിനസ് ഫേം, അതായത് ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആര് വന്നിട്ടുള്ളത്? കൊമേഴ്ഷ്യൽ ബാങ്ക് വന്നിട്ടുള്ളത്. ഡീലിംഗ് ഇൻ മണി ആൻഡ് ക്രെഡിറ്റ്, അതായത് ക്യാഷ് ബേസിസിലും ക്രെഡിറ്റ് ബേസിസിലും ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവരുടെ ഡീലിങ്സ് നടത്തുന്നുണ്ട്. ഇറ്റ് പെർഫോംസ് ട്വിൻ ടാസ്ക് ഓഫ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക് ആൻഡ് ലെൻഡിങ് മണി ടു ദ പബ്ലിക്. അതായത് ആവശ്യമായിട്ടുള്ള വ്യക്തികൾക്ക് ഡെപ്പോസിറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ പണം നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ പോകില്ലേ, അതുതന്നെയാണ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ കടം സ്വീകരിക്കാനും നമ്മൾക്ക് പറ്റും. അപ്പം ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക്, ലെൻഡിങ് മണി ടു ദ പബ്ലിക്, ഇതാണ് ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ ബാങ്കിന് ഡെപ്പോസിറ്റുകൾ കസ്റ്റമറെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്ന സമയത്ത് അവരുടെ ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പം
എ എന്ന് പറയുന്ന ബാങ്ക് ആണെങ്കിൽ ബി എ ഒരു കസ്റ്റമർ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ബി ആണ് ഒരു 2 ലക്ഷം രൂപ എയുടെ കയ്യിൽ കൊടുക്കുന്നത്, അതായത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എ എന്തായാലും ഒരു സമയത്ത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് ലയബിലിറ്റി അല്ലേ, ബാധ്യതയല്ലേ, തിരിച്ചു കൊടുക്കേണ്ടതല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാങ്കിന് ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയും അതേപോലെ തന്നെ കടം കൊടുക്കുന്ന സമയത്ത്, അതായത് ലെൻഡിങ് മണി ചെയ്യുന്ന സമയത്ത് അസറ്റ്സ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ലോൺ കൊടുക്കുന്ന സമയത്ത് അത് ഇൻട്രസ്റ്റ്, പലിശ അടക്കം മുതൽ മുടക്കോടെ ബാങ്കിന് എന്ത് കിട്ടുന്നുണ്ട്, തിരിച്ച് കിട്ടുന്നുണ്ട്, ആ ക്യാഷ് തിരിച്ച് കിട്ടുന്നുണ്ട്. അപ്പം ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ബാങ്ക്സ് ബിക്കം ഡെപ്റ്റർ ആണ്. അതേപോലെ തന്നെ അസറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് ബിക്കംസ് ക്രെഡിറ്റർ. ഓക്കെ, അടുത്തതാണ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഓരോരോ ധർമ്മം വെച്ചുകൊണ്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിനും എന്തുണ്ട്, ചില ഫങ്ഷൻസ് ഉണ്ട്. ഫങ്ഷൻസ് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് പ്രൈമറി ഫങ്ഷൻസും അതേപോലെ തന്നെ സെക്കൻഡറി ഫങ്ഷൻസും. സെക്കൻഡറി ഫങ്ഷന് പിന്നെയും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ പ്രൈമറി ഫങ്ഷൻസ് പറയുന്നത് ആദ്യത്തെ ഫങ്ഷൻ റിസീവിങ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക് ആണ്, അതായത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് ആ ഡെപ്പോസിറ്റ് എന്ന് അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഫിക്സഡ്, നമ്മളുടെ ഈ വാക്ക് കേൾക്കുമ്പോൾ മനസ്സിലായിക്കൊള്ളണം അതെന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. ഒരു ഫിക്സഡ് പീരീഡിനായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് ആ ഡെപ്പോസിറ്റ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പം അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ, ഫിക്സഡ് പീരീഡിനായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫിക്സഡ് പീരീഡ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് തിരിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു വ്യക്തി ബി എന്ന് പറയുന്ന ബാങ്കിൽ കൊണ്ടുപോയി ഫിക്സഡ് ഡെപ്പോസിറ്റാണ് അവർ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2 ലക്ഷം രൂപ എന്ത് ചെയ്ത് അവർ ബാങ്കിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ച്. അപ്പോൾ അവരുടെ മകൻ്റെ പഠനാവശ്യത്തിന് വേണ്ടിയിട്ടാണ് 2 ലക്ഷം രൂപ ഒരു 5 വർഷത്തേക്ക് എന്ത് ചെയ്യുന്നുള്ളത്, FD ചെയ്യുന്നുള്ളത്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ആ 5 വർഷത്തിന് ശേഷം മാത്രമേ എന്ത് കിട്ടുള്ളൂ, ഇവർക്ക് ഈ പണം വിഡ്രോ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇൻ കേസ് അവർക്ക് അതിന് മുമ്പ് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാങ്ക് 1% എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള ബാക്കി എമൗണ്ടാണ് ആർക്ക് കൊടുക്കുന്നുള്ളത്, നമ്മളുടെ കസ്റ്റമറിന് കൊടുക്കുന്നുള്ളത്, അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഹോൾഡറിന് കൊടുക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ 8 to 12% ആണ് എന്ത് വരുന്നത്, ഇതിൽ ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ സിംപ്ലി മനസ്സിലാക്കുക, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടൈം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ടേം ഡെപ്പോസിറ്റ്. ആ ഫിക്സഡ് പീരീഡിനായിരിക്കും, ഫിക്സഡ് പീരീഡ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, വിഡ്രോ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം അത് 8 to 12% വരെ ഇൻട്രസ്റ്റ് ഉണ്ട്. അതായത് ഏറ്റവും ഹയർ ഇൻട്രസ്റ്റ് വരുന്ന അക്കൗണ്ടാണ് ഇത് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ 1% ഓഫ് ഡിഡക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്, ബാങ്ക് പണം തരുന്നത്. അടുത്ത അക്കൗണ്ടാണ് സേവിങ്സ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, അതായത് സേവിങ്സ് അക്കൗണ്ട്. സാധാരണ എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുന്ന അക്കൗണ്ടാണ് ഇത് സേവിങ്സ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. അത് നമുക്ക് ഒരു സാലറീഡ് പേഴ്സണോ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് റെഗുലർ ഇൻകം ഉള്ള ഒരു പേഴ്സണോ, അതും അല്ലെങ്കിൽ സ്റ്റുഡൻസ്, സീനിയർ സിറ്റിസൺസ്, പെൻഷനേഴ്സ്, ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പം ഇന്ന് നിലവിൽ 3.5 to 6% വരെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതായത് 3.5 to 6% വരെയാണ് എന്ത് കൊടുക്കുന്നുള്ളത്, ഇൻട്രസ്റ്റ് കൊടുക്കുന്നുള്ളത്. മിനിമം 0 ബാലൻസ് അക്കൗണ്ടിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. എന്നിരുന്നാലും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 1000 രൂപ നമ്മൾ നിക്ഷേപിക്കണം. നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം, എനി ടൈം നമുക്ക് എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ് ചെയ്യാം. അങ്ങനെ ലിമിറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് നമ്മളെ അക്കൗണ്ടിലേക്ക് പാൻ കാർഡ് നിർബന്ധമായും ലിങ്ക് ചെയ്തിരിക്കണം. അതായത് 50,000-ൽ കൂടുതൽ വരുന്ന എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ATM കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സേവിങ്സ് അക്കൗണ്ട് പറയുന്നത്. അതേപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ടുകാർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബാങ്ക് ലോൺ കിട്ടുന്നുണ്ട്. അത് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് ബേസിസിലാണ് നമ്മൾ ലോൺ അടക്കേണ്ടത്, പേഴ്സണൽ ലോണ്, കാർ ലോണ്, എനി ലോൺസ്. അടുത്തത് പറയുന്നത് റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആണ്. കുറച്ച് ലെങ്തി വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡ് പറയുന്നുള്ളത്. റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ബൈ ദോസ് ഹു വാണ്ട് ടു സേവ് റെഗുലർ ഫോർ ദ സെർട്ടൻ പീരീഡ് ഓഫ് ടൈം. അപ്പം നിങ്ങൾ അതായത് എല്ലാ ഡെപ്പോസിറ്റ് അക്കൗണ്ട്സുകളും എഴുതുന്ന സമയത്ത് നിങ്ങൾ ആദ്യം എഴുതേണ്ടതെന്ന് വെച്ചാൽ എന്തിനാണ് ഈ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്, ഒരു സേവിങ്സ് ഹാബിറ്റ് വർദ്ധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു ഫിക്സഡ് ഇൻകം നമ്മളെ കയ്യിൽ
എന്നും സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടുകൾ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ഡെപ്പോസിറ്റുകൾ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ റെക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ LIC ഒക്കെ ഇല്ലേ, അതുപോലെ തന്നെയാണ്. അതായത് മന്ത്ലി ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കിലേക്ക് ഒരു നിശ്ചിത എമൗണ്ട് നിക്ഷേപിക്കുന്നുണ്ട്. അത് എത്രയാവാം, നമ്മൾ അത് വിഡ്രോ ചെയ്യുന്നത് ആഫ്റ്റർ ദ മെച്യൂരിറ്റി പീരീഡ്. വിഡ്രോവൽ എപ്പോഴാണ്, ആഫ്റ്റർ ദ മെച്യൂരിറ്റി പീരീഡ്. അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കാം. മന്ത്ലി ബേസിസിലാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, വിഡ്രോവൽ ആഫ്റ്റർ ദ മെച്യൂരിറ്റി പീരീഡ്. മെച്യൂരിറ്റി പീരീഡിലാണ് എന്ത് ചെയ്യുന്നുള്ളത്, വിഡ്രോ ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 6 to 8% ആണ്. ഓക്കെ, അപ്പം നമുക്ക് സേവിങ്സ് അക്കൗണ്ട് പോലെ തന്നെ, സേവിങ്സ് ഡെപ്പോസിറ്റ് പോലെ തന്നെ എന്ത് ചെയ്യാം, പിന്നെ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതേപോലെ തന്നെ സേവിങ്സ് ഡെപ്പോസിറ്റിനാൾ കൂടുതലാണ് എന്ത് കിട്ടുന്നുള്ള ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് 6% to 8%. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അടുത്തത് LIC എന്നുള്ളത് ഓർമ്മിച്ചാൽ മതി, അപ്പോൾ റെക്കറിങ് ഡെപ്പോസിറ്റ് കിട്ടിക്കോളും. അടുത്തത് വരുന്നതാണ് കറണ്ട് ഡെപ്പോസിറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, സാധാരണഗതിയിൽ എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണിത്, കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. അപ്പോൾ കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഡിമാൻഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. കറന്റ് ബാങ്ക് അക്കൗണ്ട് ഈസ് ഓപ്പൺ ബൈ ബിസിനസ്മാൻ ഹു ഹാവ് എ നമ്പർ ഓഫ് റെഗുലർ ട്രാൻസാക്ഷൻ വിത്ത് ദ ബാങ്ക്, ബോത്ത് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽസ്. അപ്പോൾ അതായത് കറന്റ് ബാങ്ക് അക്കൗണ്ട് ബിസിനസ്മാൻ മാത്രമാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുക. നമുക്ക് സാധാരണഗതിയിലുള്ള ബാക്കി എല്ലാ അക്കൗണ്ട്സും ആർക്ക് ഓപ്പൺ ചെയ്യാം, നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്നാൽ കറണ്ട് ഡെപ്പോസിറ്റ് ബിസിനസ്മാന് മാത്രമാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. അത് ബിസിനസ് ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ ആ അക്കൗണ്ട് യൂസ് ചെയ്യാറുള്ളൂ. പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടും ബിസിനസ്മാൻ യൂസ് ചെയ്യാം, പക്ഷേ നമ്മളുടെ സേവിങ്സ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് പോലെയൊന്നും കറണ്ട് അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ്മാനാണ് ഇത് ഓപ്പൺ ചെയ്യുന്നുള്ളത്. അതുകൊണ്ടാണ് അതിനെ ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. വിത്തിൻ ഒരു 1000 rupees ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇങ്ങനെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം, അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ബാങ്ക് നമുക്ക് ചെക്ക്, അതേപോലെ തന്നെ ATM കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് വരുന്നതാണ് അതൊക്കെ. അതേപോലെ തന്നെ ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് ഉള്ളതാണ്. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന അക്കൗണ്ടാണ് ഇത് കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രാ വിഡ്രോവൽ ചെയ്യാൻ പറ്റുന്ന ലിമിറ്റാണ്. അതായത് നമ്മളുടെ ഒരു കറണ്ട് അക്കൗണ്ട് ഹോൾഡർ നല്ല ട്രാൻസാക്ഷൻസ് ആ ബാങ്കിൽ നടത്തുകയാണെങ്കിൽ ആ ബാങ്കിൻ്റെ ഒരു വിശ്വസ്തതയിൽ കൊടുക്കുന്നതാണ് ഇത് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ്. നമുക്ക് എക്സ്ട്രാ പണം പിൻവലിക്കാനുള്ള അനുവാദം. അപ്പോൾ അതാണ് ഇത് കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. അടുത്തത് ലാസ്റ്റായിട്ട് പറയുകയാണ് ഹോം സേഫ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഹോം സേഫ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഭണ്ഡാരപ്പെട്ടി എന്ന് പറയുന്ന പോലെയാണ്. അതായത് നമ്മളുടെ വീട്ടിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളുടെ സേവിങ് ഹാബിറ്റ്സ് വർദ്ധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുട്ടികൾക്കെല്ലാം മോസ്റ്റ് പ്രോബബിളായിട്ട് നമ്മൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒന്നാണ് ഇത് ഹോം സേഫ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. അതായത് ഒരു സ്മോൾ പോട്ട് അല്ലെങ്കിൽ ബോക്സ് ആയിട്ട് കസ്റ്റമർക്ക് സപ്ലൈ ചെയ്യുകയാണ്. ബോക്സ് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ തുച്ഛമായി കിട്ടുന്ന പൈസയാണെങ്കിൽ അതിൽ നിക്ഷേപിച്ചതിന് ശേഷം അത് നമ്മളുടെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഫുള്ളാകുന്ന സമയത്ത് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ബാങ്ക് അത് എന്ത് ചെയ്യും, സ്വീകരിച്ചതിന് ശേഷം നമ്മളെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ചെയ്ത് തരും. അതേപോലെ തന്നെ ഓരോരോ പീരീഡ് ആകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ ബോക്സ് ബാങ്ക് തിരിച്ചു വാങ്ങും. അതായത് ഇപ്പോൾ ഒരു 3 month ആണെങ്കിൽ ആ 3 monthലേക്ക് എന്ത് ചെയ്യും, ബോക്സ് കൊടുക്കും. ആ 3 month കഴിയുമ്പോൾ ബാങ്ക് എന്ത് ചെയ്യും, അത് തിരിച്ചു വാങ്ങും. അപ്പോൾ അത് കസ്റ്റമർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇത് ഹോം സേഫ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഹോം സേഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. വീട്ടിലിരുന്ന് നമുക്ക് എന്ത് ചെയ്യാം, പണം സേവ് ചെയ്ത് വെക്കാം. ഇതിന് മെയിൻലി 6% ഓഫ് ഇൻട്രസ്റ്റ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. എത്രയാണ്, 6% ഓഫ് ഇൻട്രസ്റ്റ്. 6% ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പം നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്, ഇപ്പം ആദ്യത്തെ ഫംഗ്ഷനാണ് പ്രൈമറി ഫംഗ്ഷൻ, അതിൽ റിസീവിങ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക്, അതേ ആയുള്ളൂ. അതായത് സിമ്പിളാണ്, ഏതൊക്കെ ഡെപ്പോസിറ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഫിക്സഡ് ഡെപ്പോസിറ്റ്, സേവിങ്സ് ഡെപ്പോസിറ്റ്, റിക്കറിങ്, കറണ്ട് ആൻഡ് ഹോം സേഫ് ഡെപ്പോസിറ്റ്. അതിൽ കറണ്ട് അക്കൗണ്ടിൽ മാത്രം എന്തില്ല, ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അടുത്തതാണ് പറയുന്നത് മേക്കിംഗ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. അതായത് നമ്മൾ ലോൺ ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെൻഡിങ് മണി ടു ദ അതർ മേജർ ഫംഗ്ഷൻ ഓഫ് ദ കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ഇത് ലെൻഡിങ് മണി. അതായത് ലോൺ കൊടുക്കുക
അത് ഒരു നിശ്ചിത പ്രോപ്പർട്ടി വെച്ചിട്ടോ അല്ലെങ്കിൽ സെക്യൂരിറ്റി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് വെച്ചിട്ടോ മൂവബിൾ പ്രോപ്പർട്ടി വെച്ചിട്ടോ എന്തോ ആവാം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ലോൺസ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മേക്കിംഗ് ലോൺസ് ആൻഡ് അഡ്വാൻസസിൽ ആദ്യത്തെ പോയിന്റാണ് ഇത് ലോൺ. ലോൺ എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സമയത്ത് നമ്മൾ ബാങ്കിൽ നിന്ന് നമ്മളുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ ഒരു നിശ്ചിത എമൗണ്ട് കടം എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ബാങ്കർ ഒരു ലോൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ബാങ്കർ കയ്യിൽ നിന്നും ഒരു ലോൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്കാണ് ലോൺ അനുവദിച്ച് കിട്ടുന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ വരുന്നത് നമ്മൾ എടുത്ത ലോണിൻ്റെ എത്ര എമൗണ്ട് ആണോ ആ എമൗണ്ടിൻ്റെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത്. അടുത്തതാണ് ഓവർ ഡ്രാഫ്റ്റ്. ദ ഡെപ്പോസിറ്റർ ആർ അലൗഡ് ടു വിഡ്രോ മണി മോർ ദാൻ ദ എമൗണ്ട് സ്റ്റാൻഡിങ് ടു ദ ക്രെഡിറ്റ് ഓഫ് ദെയർ കറണ്ട് അക്കൗണ്ട്. അതായത് കറണ്ട് അക്കൗണ്ടിൽ നിലവിലുള്ള പൈസേനേക്കാളും കൂടുതൽ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് ഇത് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ്. ഇത് ഏത് അക്കൗണ്ട് ഹോൾഡറിന് മാത്രമാണുള്ളത്? കറണ്ട് അക്കൗണ്ട് ഹോൾഡറിന് മാത്രമാണുള്ളത്. ഇറ്റ് ഈസ് ഗ്രാൻഡഡ് അഗെയിൻസ്റ്റ് കൊളാറ്ററൽ സെക്യൂരിറ്റീസ് ഓൺ ദ പേഴ്സണൽ സെക്യൂരിറ്റീസ് ഓഫ് ദ ബോറോവർ. അതായത് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് കൊടുക്കുന്നത് ഒന്നുകിൽ കൊളാറ്ററൽ സെക്യൂരിറ്റീസ് ആയിട്ടോ അല്ലെങ്കിൽ പേഴ്സണൽ സെക്യൂരിറ്റീസ് ഏതും വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാം, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് കിട്ടാം. ദ ബാങ്ക് അലോ ദ കസ്റ്റമർ ടു ഓവർ ഡ്രോ അതായത് നമ്മൾക്ക് എക്സ്ട്രാ പിൻവലിക്കാനുള്ള അനുവാദം. ഹിസ് അക്കൗണ്ട് ത്രൂ ദ ചെക്ക്, അതായത് ചെക്ക് വഴി നമുക്ക് എന്ത് ചെയ്യാം, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് ചെക്ക് വഴി നമുക്ക് പണം പിൻവലിക്കാം. ഇറ്റ് ഈസ് ചാർജസ് ഇൻട്രസ്റ്റ് ഓൺലി ഓൺ ദ എമൗണ്ട് ഓവർ വിഡ്രോൺ ഫ്രം ദ അക്കൗണ്ട്. അതായത് നമ്മൾക്ക് വിഡ്രോ ചെയ്ത അക്കൗണ്ടിൻ്റെ എമൗണ്ടിൻ്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു കറണ്ട് അക്കൗണ്ട് ഹോൾഡറാണ്, എനിക്ക് ഒരു 50,000 വിഡ്രോ ചെയ്യേണ്ട സാഹചര്യം വന്നെന്ന് വെച്ചാൽ ആ വിഡ്രോ ചെയ്ത 50,000 രൂപയുടെ ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസിൽ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ആണ്. അത് കഴിഞ്ഞു അടുത്തതാണ് വരുന്നത് ക്യാഷ് ക്രെഡിറ്റ്. ക്യാഷ് ക്രെഡിറ്റ് വരുന്നത്, ക്യാഷ് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം ലോണാണ്. അതായത് നമ്മളുടെ കറണ്ട് അസറ്റ് വെച്ചുകൊണ്ട് നമുക്ക് പിൻവലിക്കാൻ പറ്റുന്ന ലോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. കറണ്ട് അസറ്റ് ഷെയർ ആവാം, സ്റ്റോക്ക് ആവാം, ബോണ്ട് ആവാം, വാട്ട് എവർ ഏതും ആവാം. നമ്മൾക്ക് കറണ്ട് അസറ്റ് ആയിട്ടുള്ള ഏത് സെക്യൂരിറ്റി വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് ക്രെഡിറ്റ് എടുക്കാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാഷ് ക്രെഡിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അതിനായി ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് നമ്മൾ അവിടെ ഓപ്പൺ ചെയ്തിരിക്കണം. ഇത്രയേ ഉള്ളൂ. അടുത്തതാണ് വരുന്നത് ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അതിനു മുമ്പ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. എക്സ് ആൻഡ് വൈ ആണ് പാർട്ടീസ്. അതായത് എക്സ് എന്ന് പറയുന്ന ഡ്രോവറാണ്. അതായത് നമ്മളുടെ ഇപ്പോൾ എക്സിൻ്റെ കയ്യിൽ നിന്ന് വൈ കുറച്ച് സാധനങ്ങൾ വാങ്ങുകയാണ്. ഇപ്പോൾ കൊടുക്കാനുള്ള പൈസ ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈ എന്ത് ചെയ്ത് എക്സിനോട് പറയുകയാണ്, എനിക്കൊരു കുറച്ച് മാസത്തേക്ക് എന്ത് തരണം, കടം തരണം. അപ്പോൾ കടത്തിന് വേണ്ടിയിട്ടാണ് ബില്ല് തയ്യാറാക്കുന്നുള്ളത്. ഓക്കെ, കടത്തിന് പകരമായിട്ട് ബില്ല് കൊടുത്തിട്ടാണ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ബില്ല് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഒരു 3 മാസത്തെ ബില്ല് ആരെഴുതി, എക്സ് എഴുതി, ഡ്രോവർ എഴുതിയിട്ട് ഡ്രോയിൻ്റെ കയ്യിൽ കൊടുത്ത് അത് ആക്സെപ്റ്റ് ചെയ്തിട്ടായിരിക്കും തിരിച്ചു കൊടുത്ത്. ഓക്കെ, അപ്പം 3 മാസം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, എക്സിന് ക്യാഷ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് എക്സിന് പൈസ ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷൻസിൽ ബാങ്കിൽ കൊണ്ടുപോയിട്ട്, അതായത് സെഡ് എന്ന് പറയുന്ന ബാങ്കിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാം. അപ്പോൾ 1% കഴിച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് എക്സിന് കിട്ടും. പിന്നീട് വൈയും സെഡും തമ്മിലാണ് എന്ത് വരുന്നത്, ക്യാഷ് ഇടപാട് വരുന്നത്. അപ്പോൾ ഇതാണ് ഇത് വരുന്നത് ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. പൈസ അത്യാവശ്യമായിട്ട് വരുന്ന സമയത്ത് ബില്ല് കൊണ്ടുപോയിട്ട് ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യാം. ഇതാണ് ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇത്രയേ ഉള്ളൂ. അടുത്തത് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് പറയുന്നത് ഇറ്റ് ഈസ് എ ലോൺ വിച്ച് ഈസ് ഗ്രാൻഡഡ് എ ഷോർട്ട് പീരീഡ് ജനറലി നോട്ട് എക്സീഡിങ് 7 days. അതായത് ചെറിയൊരു പീരീഡിലേക്ക് കൊടുക്കുന്നതാണ്, ഗ്രാൻഡ് ചെയ്യുന്ന ലോണാണ് ഇത് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. 7 daysനകത്ത്. ഇത് ബാങ്ക് ടു ബാങ്ക് ആണ്. അതായത് ഒരു ബാങ്ക് മറ്റൊരു ബാങ്കിന് കൊടുക്കുന്ന ലോണാണ് ഇത് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. ചെറിയ സമയത്തിനുള്ളിൽ തിരിച്ചു വിളിക്കണം. അപ്പം ബാങ്കിന് കൊടുക്കുന്ന ഒരു ലോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, 7 daysനുള്ളിലാണ്, വിത്തിൻ 7 days. അടുത്തതാണ് വരുന്നത് കൺസ്യൂമർ ക്രെഡിറ്റ്. കൺസ്യൂമർ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ബാങ്ക് കസ്റ്റമേഴ്സിന്, അതായത് കൺസ്യൂമേഴ്സിന് അവരുടെ ഹൗസ് ഹോൾഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വീട്ടു സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ലോണാണ് ഇത് കൺസ്യൂമർ ക്രെഡിറ്റ്. അതായത് വെഹിക്കിൾസ്, റെഫ്രിജറേറ്റേഴ്സ്,
അപ്പം അങ്ങനെയുള്ള നമ്മളുടെ പേഴ്സണൽ ആവശ്യങ്ങൾ, അതായത് കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സ്, അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺസ്യൂമർ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഹോസ്പിറ്റൽ ബില്ല് അടക്കാൻ പറ്റാത്ത സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് ലംസം എമൗണ്ട് ആയിട്ടാണ് തിരിച്ചടക്കേണ്ടത്. അതായത് കുറച്ച് എമൗണ്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ മതി, തിരിച്ചടച്ചാൽ മതി ഇൻസ്റ്റാൾമെൻറ്റ് ബേസിസിൽ. നമ്മളിപ്പോൾ സാധാരണ ലോൺ എടുക്കില്ല, അതുപോലെ തന്നെ. ഇതാണ് കൺസ്യൂമർ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് മിസ്ലീനിയസ് അഡ്വാൻസ്. മിസ്ലീനിയസ് അഡ്വാൻസ് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക് ഓൾസോ പ്രൊവൈഡ് ഷോർട്ട് ടേം അഡ്വാൻസ് ടു ദ എക്സ്പോർട്ടർ ഫിനാൻസ് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ക്രെഡിറ്റ് ടു ദ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് ചെറിയൊരു ഷോർട്ട് ടേം ഫണ്ടാണ് ഇത്. അതായത് നമ്മൾ എക്സ്പോർട്ടർ, അതായത് കയറ്റുമതി ചെയ്യുന്ന വ്യക്തികൾ, അതേപോലെ തന്നെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്ന വ്യക്തികൾ, അതേപോലെ കോപ്പറേറ്റീവ് സെക്ടേഴ്സിന്, അതേപോലെ തന്നെ വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. അതായത് നിങ്ങളിപ്പം ഒരു സെൽഫ് ഫിനാൻസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള ഷോർട്ട് ടേം ഫണ്ട് ആര് പ്രൊവൈഡ് ചെയ്യും, ബാങ്ക് പ്രൊവൈഡ് ചെയ്യും. ഇത് തന്നെയാണ് മിസ്ലീനിയസ് അഡ്വാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതാണ് പറയാൻ പോകുന്നത് ക്രിയേഷൻ ഓഫ് ക്രെഡിറ്റ്. ക്രിയേഷൻ ഓഫ് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ക്യാഷ് ക്രെഡിറ്റ്, ക്രിയേഷൻ ഓഫ് ക്രെഡിറ്റ്. അപ്പോൾ രണ്ടും മാറാൻ പാടില്ല. ക്രിയേഷൻ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബാങ്ക് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, അപ്പം മൾട്ടിപ്പിൾ ടാസ്ക്കാണ് അവർ ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതേപോലെ നമ്മളുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റ്, അതായത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് സ്വീകരിച്ചു. ഇപ്പോൾ ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 5 വർഷത്തേക്കുള്ള ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് സ്വീകരിച്ചു. അത് നമുക്ക് എന്ത് ചെയ്യാം, ബാങ്കിന് അത് 5 വർഷം കഴിഞ്ഞാണ് കൊടുക്കേണ്ടത്, അല്ലേ? 5 വർഷം കഴിഞ്ഞാണ് ആ എമൗണ്ട് തിരിച്ചു കൊടുക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഈ എമൗണ്ടിന് എന്ത് ചെയ്യാം, ബാങ്കിന് ആവശ്യമായിട്ടുള്ളവർക്ക് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യാം. എന്ത് ചെയ്യാം, ആവശ്യമായിട്ടുള്ളവർക്ക് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യാം. അതും അല്ലെങ്കിൽ ക്യാഷ് ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കാം. അതായത് നമ്മളുടെ ക്രെഡിറ്റ് കാർഡൊക്കെ എക്സ്ട്രാ പിൻവലിക്കാൻ കൊടുക്കുന്നില്ലേ, അതായത് ക്യാഷ് നമ്മൾ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ കൊടുക്കുന്നതിനെല്ലാം നമുക്ക് എന്ത് വിളിക്കാം, ക്രിയേഷൻ ഓഫ് ക്രെഡിറ്റ് എന്ന് വിളിക്കാം. അതായത് നമ്മളെ ബാങ്കിൻ്റെ മെയിൻ സോഴ്സസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാങ്കിൻ്റെ മെയിൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ലോണാണ്. ലോൺ കൊടുക്കുന്നതിലൂടെ ബാങ്കിന് കിട്ടുന്ന തിരിച്ചടവാണ്, അതായത് ഇൻട്രസ്റ്റ് ആണ് ബാങ്കിൻ്റെ മെയിൻ ഇൻകം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിനെ റിസർവ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൽ ഒരു നിശ്ചിത എമൗണ്ട് ആയിരിക്കും കൊടുക്കുക, ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മളുടെ ബാങ്കിനുള്ള ഇൻകമാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഭാഗം മാത്രമായിരിക്കും കൊടുത്താൽ മതി, നമ്മളുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്താൽ മതി. ഇതാണ് ക്രിയേഷൻ ഓഫ് ക്രെഡിറ്റ് പറയുന്നത്. അടുത്തതാണ് പ്രൊമോട്ട് യൂസ് ഓഫ് ചെക്ക് ആൻഡ് പ്ലാസ്റ്റിക് കാർഡ്സ്. പ്രൊമോട്ട്സ് യൂസ് ഓഫ് ചെക്ക് ആൻഡ് പ്ലാസ്റ്റിക് കാർഡ്സ് എന്ന് നമുക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. പിന്നെ ചെക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ATM കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, എനി കാർഡ്സ്. അതെല്ലാമാണ് ഇത് പറയുന്നത്, പ്രൊമോട്ട് യൂസ് ഓഫ് ചെക്ക് ആൻഡ് പ്ലാസ്റ്റിക് കാർഡ് പറയുന്നത്. അടുത്തതാണ് റെമിറ്റൻസ് ഓഫ് ഫണ്ട്. റെമിറ്റൻസ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമുക്ക് ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്കോ, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്കോ, അതും അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്കോ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇത് റെമിറ്റൻസ് ഓഫ് ഫണ്ട്. അതായത് നമുക്ക് ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക്, ഇപ്പോൾ പല ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറും ഉണ്ട്. അപ്പോൾ അത് മുഖാന്തരം നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഒന്നിക്കൽ ഇഷ്യൂയിങ് ബാങ്ക് ഡ്രാഫ്റ്റ് വഴി ചെയ്യാം, അതല്ലെങ്കിൽ മെയിൽ ട്രാൻസ്ഫർ വഴി ചെയ്യാം, ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ വഴി ചെയ്യാം. ഏത് വിധത്തിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇതാണ് റെമിറ്റൻസ് ഓഫ് ഫണ്ട്. അപ്പോൾ പ്രൈമറി ഫങ്ഷൻസ് ഇത്രയാണ്. അടുത്തതാണ് വരുന്നത് സെക്കൻഡറി ഫങ്ഷൻസ്. സെക്കൻഡറി ഫങ്ഷൻസ് വരുന്നത് രണ്ടായിട്ടാണ് ക്ലാസിഫൈഡ് ചെയ്തിട്ടുള്ളത്, ഏജൻസി സർവീസസും ജനറൽ യൂട്ടിലിറ്റി സർവീസസും. ഏജൻസി സർവീസസ് എന്ന് പറയുന്നത് ഓരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല എങ്കിലും മൊത്തത്തിലായിട്ട് പറയാം. അതായത് ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏജൻസി സർവീസിൽ പറയുന്നത്. അതായത് നമ്മളുടെ ചെക്ക്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ഇതൊക്കെ ബാങ്ക് കളക്ട് ചെയ്യും. അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡിസ്കൗണ്ട് ചെയ്യാം. അതുപോലെ തന്നെ പ്രോമിസറി നോട്ട്, അതേപോലെ തന്നെ ചെക്ക് നമുക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാമല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്. അതേപോലെ തന്നെ ഡിവിഡൻഡ്, കടപ്പത്രം. അതേപോലെ ബാങ്ക് നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ള കസ്റ്റമേഴ്സ് അവരുടെ ഇൻഷുറൻസ് പ്രീമിയം, അതേപോലെ തന്നെ റെൻറ്റ്, മറ്റെല്ലാ കാര്യങ്ങളും ബാങ്കിനെ ഏൽപ്പിക്കുകയാണ്. അത് അടക്കാൻ ഇപ്പം മാസാമാസമാണ് അത് വരുന്നുണ്ടെങ്കിൽ അത് മാസാമാസം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് പോകണം. അതായത് ബാങ്കിനെ ഏൽപ്പിക്കുകയാണ്. അതാണ് എക്സിക്യൂഷൻ ഓഫ് സ്റ്റാൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. നമുക്ക് ഒരു
ബാങ്കിൻ്റെ കസ്റ്റമറാണ്, അവർ വിദേശയാത്ര പോവുകയാണ്. അപ്പോൾ അവരുടെ ഇൻഷുറൻസ് പ്രീമിയം അതേപോലെ തന്നെ റെന്റ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ആരുടെ ഏൽപ്പിക്കുകയാണ്? ബാങ്കിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അത് ബാങ്ക് എക്സിക്യൂഷൻ ഓഫ് സ്റ്റാൻഡിങ് ഓർഡർ, അതായത് കസ്റ്റമറിൻ്റെ ഓർഡർ അനുസരിച്ചിട്ട് ഒരു മിഡിൽ മാനായി നിന്നിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. അപ്പോൾ അതാണ് പറയുന്നത്. അതേപോലെ തന്നെ പർച്ചേസ് ഓഫ് സെയിൽ ആൻഡ് സെക്യൂരിറ്റീസ്, അതായത് കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം ഷെയർ, ഡിബെഞ്ചേഴ്സ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇതൊക്കെ ബാങ്ക് പർച്ചേസ് ചെയ്ത് അത് സെയിൽ ചെയ്യാനുള്ള ഒരു മിഡിൽ മാനായിട്ട് ആര് നിൽക്കും? ബാങ്ക് നിൽക്കും. ഓക്കെ. അപ്പോൾ ടാക്സ് കൺസൾട്ടൻസി, ഇൻകം ടാക്സ് കൺസൾട്ടൻസി ആയിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്? നമ്മളുടെ ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഇത്രയാണ് വരുന്നത് ഏജൻസി സർവീസസിൽ. അടുത്തതാണ് വരുന്നത് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. ജനറൽ യൂട്ടിലിറ്റി സർവീസസ് എന്ന് വെച്ചാൽ ജനറൽ ആയിട്ടുള്ള മറ്റ് സർവീസസുകൾ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ലോക്കർ ഫെസിലിറ്റീസ്. ലോക്കർ ഫെസിലിറ്റി നമുക്കറിയാം, നമ്മളുടെ സെക്യൂരിറ്റീസ് നമുക്ക് സേഫായ സ്ഥലത്ത്, അതായത് നമ്മളുടെ ബാങ്ക് ലോക്കറിൽ സേഫായി വെക്കുക എന്നുള്ളതാണ് ഏത് പറയുന്നത്? ലോക്കർ പറയുന്നത്. അതായത് സേഫ് കസ്റ്റഡിയിൽ നമ്മൾ എന്ത് ചെയ്യാം? ബാങ്കിൽ കൊണ്ടുപോയിട്ട് നമ്മളുടെ സെക്യൂരിറ്റികളെല്ലാം വെക്കുക. അതാണ് പറയുന്നത് ഇത് ലോക്കേഴ്സ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇല്ലേ, അപ്പോൾ അത്. അതേപോലെ തന്നെ ഫണ്ട് ട്രാൻസ്ഫർ നേരത്തെ അതിൽ പറഞ്ഞായിരുന്നു. റെമിറ്റൻസ് ഓഫ് ഫണ്ട് ഇല്ല, അത് തന്നെയാണ്, സെയിം ആണത്. ഫണ്ട് ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച്, ക്യാഷൊക്കെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ലേ, അത് തന്നെയാണ് ഫോറിൻ എക്സ്ചേഞ്ച്. ക്രെഡിറ്റ് കാർഡ്സ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്സ് എല്ലാം ഇല്ലേ, അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഗിഫ്റ്റ് ചെക്സ്. ഇപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്, നമ്മളുടെ ജനറൽ യൂട്ടിലിറ്റി സർവീസസിൽ വരുന്നത്. പ്ലീസ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.